Today we are discussing problems on stock and debtor system. I am Jibin Matthew. Problem number 8. Double Horse Rice Limited has a branch at Trivandrum to which goods are supplied at a cost plus 20%, which is the selling price at a branch. ഡബിൾ ഹോഴ്സ് റൈസ് ലിമിറ്റഡിന് ഒരു ബ്രാഞ്ച് ഉണ്ട്. ട്രിവാൻഡ്രത്താണ് ബ്രാഞ്ച് ഉള്ളത്. ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത്, അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് പ്ലസ് 20%ലാണ്. അതായത് കോസ്റ്റിനേക്കാളും 20% എമൗണ്ട് കൂട്ടിയാണ് ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 20% എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഫ്ലേഷനാണ്, അതായത് ആഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. ഈ സെയിം എമൗണ്ട് ആണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ദ ഫോളോയിങ് റിലേറ്റ് ടു ദ ബ്രാഞ്ച് ഫോർ ദ ഇയർ 2014. നമുക്ക് 2014 ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ അക്കൗണ്ട്സ് അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം അനുസരിച്ച് നമ്മളോട് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസാക്ഷൻസ്: സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1/1/2014 rupees 30,000. Debtors at branch on 1/1/2014 rupees 21,000. ഓപ്പണിംഗ് ബാലൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് rupees 30,000. ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് rupees 21,000. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് 2014 rupees 63,000. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സപ്ലൈ ചെയ്ത ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 63,000 ആണ്. 63,000 ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് rupees 3,000. ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയാണ്. ആ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 3,000 ആണ്. ക്യാഷ് സെയിൽസ് rupees 37,000. ക്രെഡിറ്റ് സെയിൽസ് rupees 32,000. ബ്രാഞ്ച് നടത്തിയ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്യാഷ് സെയിൽസ് 37,000 ആണ്. ക്രെഡിറ്റ് സെയിൽസ് 32,000 ആണ്. റിസീറ്റ് ഫ്രം ഡെറ്റേഴ്സ് rupees 37,000. ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടിയിരിക്കുന്നത് 37,000 ആണ്. ഡിസ്കൗണ്ട് അലൗഡ് rupees 1,200. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് rupees 1,300. ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ് തന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് 1,200. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് 1,300. ഇത് രണ്ട് നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് പേയ്മെൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. 7,000 എക്സ്പെൻസ് ആണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31/12/2014 18,000. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/12/2014 1,200. ക്ലോസിംഗ് ബാലൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ബാലൻസ് 18,000 ആണ്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,200 ആണ്. ഒരു ലൈബിലിറ്റിയാണ്. എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മുടെ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റമാണ്. നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഡെറ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, എന്നാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പം ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടുകൾ: ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രൊവിഡൻസ് അക്കൗണ്ട്, ഇവയൊക്കെയാണ്. നമുക്കിവിടെ രണ്ട് രീതിയിൽ അക്കൗണ്ടിൽ പോസ്റ്റിങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ജേണൽ എൻട്രി നമുക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ നേച്ചർ അനുസരിച്ച് അക്കൗണ്ടിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് വിചാരിച്ചുകൊണ്ട് നമുക്ക് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ജേണൽ എൻട്രി എന്നുള്ളതിനേക്കാൾ കൂടുതൽ
ഫോർമാറ്റ് ഉപയോഗിച്ച് അക്കൗണ്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. അല്ലാത്ത കേസ് നമുക്ക് എപ്പോഴും ഈ ജനറൽ എൻട്രി ആലോചിച്ച് മനസ്സിൽ വിചാരിച്ച് ബൂസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അക്കൗണ്ടിന്റെ ഈ നേച്ചർ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അക്കൗണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് എൻട്രിയിലേക്ക് പോകാം. ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കണ്ടിട്ടുണ്ട്. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 1/1/2014 റുപ്പീസ് 30,000 ആണ്. സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്, അത് 30,000 ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. സ്റ്റോക്ക് ഒരു അസറ്റ് ആണ്. അസറ്റ് അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ടു ബാലൻസ് ഡ്രോ ഡൗൺ എന്നാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് എഴുതുന്നത്. ടു ബാലൻസ് ഡ്രോ ഡൗൺ. എമൗണ്ട് 30,000. ഇനി ഡെറ്റ് ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക് കൂടാൻ കാരണമാവുന്ന ട്രാൻസാക്ഷൻസ്, സ്റ്റോക്ക് കൂടാൻ കാരണമാവുന്ന ട്രാൻസാക്ഷൻസ് ഡെബിറ്റ് സൈഡിലും കുറയാൻ കാരണമാവുന്ന ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ് സൈഡിലും കൊടുക്കാം. ഒരു അസറ്റ് അക്കൗണ്ടിന്റെ നേച്ചർ അനുസരിച്ച് അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് 2014 നമ്മുടെ ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള സ്റ്റോക്ക്, ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ സ്റ്റോക്ക് 63,000 ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് അത് റെക്കോർഡ് ചെയ്യാം. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. എമൗണ്ട് 63,000. ഇനി ജേണൽ എൻട്രി ആണ് മനസ്സിൽ വിചാരിക്കുന്നെങ്കിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്നായിരിക്കും ജേണൽ എൻട്രി വരുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ തന്നിരിക്കുന്നത് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിലേക്ക് വന്ന ഗുഡ്സ് അത് ഹെഡ് ഓഫീസിലേക്ക് നേരെ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. എത്രയാണ്? 3,000 ഗുഡ്സ് ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് കൂടാൻ കാരണമാവുകയാണ് ഗുഡ്സ് വന്നപ്പോൾ സംഭവിച്ചെങ്കിൽ ഗുഡ്സ് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഞ്ച് സ്റ്റോക്ക് കുറയണം. ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് നമുക്ക് ക്രെഡിറ്റ് സൈഡ് കൊടുക്കാം. ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. എമൗണ്ട് 3,000. ഇനി ജേണൽ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. ഇനി സെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് ആണ്. കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് എടുത്ത് സെയിൽ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്റ്റോക്കിന്റെ ബാലൻസ് കുറയും. ബൈ ക്യാഷ് സെയിൽസ് ആണ്. എമൗണ്ട് 37,000. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് വന്നാലും സ്വാഭാവികമായിട്ടും സംഭവിക്കും, ബ്രാഞ്ച് സ്റ്റോക്ക് കുറയും. ബൈ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ആണ്. ബൈ ബ്രാഞ്ച് ഡെറ്റേഴ്സ്. എമൗണ്ട് 32,000. ജേണൽ എൻട്രി ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. എന്നാണ്. ഇനി നമുക്ക് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഒന്നേക്ക് നോക്കാം. ഡിസ്കൗണ്ട് അലോഡൊക്കെ ഡെറ്റേഴ്സിന്റെ ആണ്. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31st December 2014. സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റിൽ കൊടുത്തു. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കണം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എമൗണ്ട് 18,000. എമൗണ്ട് 18,000. നമുക്ക് ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ക്ലോസിംഗ് ബാലൻസ് ഉൾപ്പെടെ തന്നിരിക്കുന്നതുകൊണ്ട് മിസ്സിംഗ് ഫിഗറുകൾ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അക്കൗണ്ട് ടാലി ആവണം. നോക്കാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 93,000 വന്നു. ക്രെഡിറ്റ് സൈഡിന് ബാലൻസ് നോക്കാം. ടോട്ടൽ ശരിയാവുന്നില്ല. അവിടെ
3000 ആണ് ഡിഫറൻസ് വരുന്നത്. ഡിഫറൻസ് 3000 ആണ് വരുന്നത്. ഡിഫറൻസ് വരുന്നത് 3000 ആണ്. നമുക്ക് ടോട്ടൽ 93,000 എടുക്കാം. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഷോർട്ടേജിനെയാണ്. ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്ന സർപ്ലസ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്തെങ്കിലും കൂടുതൽ വന്നതിനെയാണ്. ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ ഷോർട്ടേജ് അല്ലെങ്കിൽ സ്റ്റോക്കിന് എന്തെങ്കിലും കുറവ്, അതായത് തെഫ്റ്റോ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വന്നതിനെയാണ് ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 3000 ആണ് നമുക്ക് ഇവിടെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. 3000ന്റെ കുറച്ച് പോർഷൻ എന്താണ്? കോസ്റ്റ് ആയിരിക്കും. ഷോർട്ടേജ് ആണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു. അതിൽ നിന്ന് കുറച്ച് ഭാഗം എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസും ബാക്കിയുള്ള കുറച്ച് എമൗണ്ട് ലോഡിങ്ങുമായിരിക്കും. നമുക്ക് കോസ്റ്റ് പ്രൈസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? കോസ്റ്റ് പ്രൈസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് P&L അക്കൗണ്ടിലേക്കാണ്. ബൈ P&L അക്കൗണ്ട്. കോസ്റ്റ് പ്രൈസ് 3000 നിന്നുള്ള കോസ്റ്റ് പ്രൈസ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാലൻസ്, അതായത് ലോഡിംഗ് എമൗണ്ട്, 3000 നിന്നുള്ള ലോഡിംഗ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്കാണ്. ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പൊ 3000 കോസ്റ്റ് പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാക്കി ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്കുമാണ് നമ്മൾ ഇടുന്നത്. ഇനി ഏത് പോർഷൻ ആണ് കോസ്റ്റ്, ഏത് പോർഷൻ ആണ് ലോഡിങ് എന്ന് നമുക്ക് അറിയാതിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ക്വസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നോക്കാം. ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വരുന്നത് കോസ്റ്റ് പ്ലസ് 20% ആണ്. കോസ്റ്റ് പ്ലസ് 20%-നാണ് ഇവിടെ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വരുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് 100 + 20, 120 ആണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ടോട്ടൽ വരുന്നത്. അപ്പൊ 3000 എന്ന് പറയുന്ന എമൗണ്ടിനകത്ത് 3000 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. 3000 × 20/120 ആണ് എന്ത്? കോസ്റ്റ് അല്ല, ഇവിടെ ലോഡിങ് എന്ന് പറയുന്നത്. 3000 × 20 × 120 ആണ് ലോഡിങ് എന്ന് പറയുന്നത്. 3000 × 100/120 ആണ് എന്ത്? കോസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 2500. ഇപ്പൊ ഇവിടെ കോസ്റ്റ് പ്ലസ് 20% ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. 20% കൂടെ ആഡ് ചെയ്ത് 120 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ സെല്ലിംഗ് പ്രൈസ് ആണ് 3000. 3000ന്റെ 20/120 ആണ് എന്ത്? ലോഡിംഗ് എന്ന് പറയുന്നത്. 3000ന്റെ 100/120 ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നേരെ വരേണ്ട എമൗണ്ട് 2500 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആയിട്ട് വരുന്നത്, അതായത് ലോഡിംഗ് ആയിട്ട് വരുന്നത് 500. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടും ഒരു അസറ്റ് അക്കൗണ്ടാണ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എപ്പോഴും നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ 1/1/2014 ₹21,000. അപ്പം ടു ബാലൻസ് ബ്രോ ഡൗൺ 21,000. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഒരു അസറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനുകളെല്ലാം ഡെബിറ്റ് സൈഡിലും ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻ എല്ലാം ക്രെഡിറ്റ് സൈഡിലും വരും. ഇനി നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ബാലൻസ് കൂടാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻ ആണ്. എന്നാണ് ക്രെഡിറ്റ് സെയിൽസിന്റെ എൻട്രി വരുന്നത്? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ് എൻട്രി വരുന്നത്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. ടു ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് 32,000. ഇനി ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എവിടെയാണ് എഴുതുന്നത്?
ഡെറ്റേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. റിസീറ്റ് ഫ്രം ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന ട്രാൻസാക്ഷനാണ് ബൈ ക്യാഷ്. ഡെറ്റേഴ്സിന് കിട്ടിയ എമൗണ്ട് 37,000. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നാണ് എൻട്രി. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ഇനി തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, ഡിസ്കൗണ്ട് 1,200 ഉണ്ട്. ബാഡ് ഡെപ്റ്റ് 1,300 ഉണ്ട്. അപ്പം ഡിസ്കൗണ്ടും ബാഡ് ഡെപ്റ്റും എന്താണ്? ബ്രാഞ്ച് എക്സ്പെൻസസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നാണ് ഇവിടെ എൻട്രി വരുന്നത്. ഡിസ്കൗണ്ട് 1,200 ബാഡ് ഡെപ്റ്റ് 1,300 ബൈ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് 1,200 plus 1,300 എമൗണ്ട് 2,500. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നാണ് എൻട്രി. ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡ് ആദ്യം ബാലൻസ് ചെയ്യാം, കാരണം അസറ്റ് അക്കൗണ്ട് ആണ്. ഡെബിറ്റ് സൈഡിലായിരിക്കും എമൗണ്ട് കൂടുതൽ വരാൻ സാധ്യത. 53,000 ഡെബിറ്റ് സൈഡിൽ 53,000 സെയിം എമൗണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എടുത്തെഴുതുന്നു. ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ഫിഗർ വരുന്നത്. ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് കുറവുള്ള എമൗണ്ട് നോക്കാം. 13,500 ആണ്. ഇത് ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ക്ലോസിംഗ് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ആണ് 13,500. നെക്സ്റ്റ് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് അക്കൗണ്ടുകൾ എപ്പോഴും ഡെബിറ്റ് ബാലൻസുകളായിരിക്കും. അപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും മെയിൻ ആയിട്ടുള്ള എൻട്രീസ് വരുന്നത്, അഥവാ എക്സ്പെൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. എക്സ്പെൻസ് അക്കൗണ്ടുകൾക്ക് പൊതുവെ ക്രെഡിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നും വരാറില്ല. ഡെബിറ്റ് സൈഡ് ടോട്ടലാണ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന എൻട്രീസ് നോക്കാം. റെമിറ്റൻസസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. ഇപ്പം ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബ്രാഞ്ച് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് എത്രയാണ്? 7,000 ആണ്. ടു ബാങ്ക് എന്നാണ് ഇവിടെ പോസ്റ്റിംഗ് വരുന്നത്. ടു ബാങ്ക് 7,000. ജേണൽ എൻട്രി വരുന്ന ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇനി ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ്? ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെപ്റ്റ്, അലവൻസസ് ടു ഡെറ്റേഴ്സ് ഉപയോഗിക്കുകയാണ്. നമുക്ക് ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെപ്റ്റും തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ബ്രാഞ്ച് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാണ് എഴുതിയത്. അപ്പോൾ ആ എൻട്രിയുടെ പോസ്റ്റിംഗ് നമുക്കിവിടെ വരുന്നുണ്ട്. എന്താണ് എൻട്രി വരുന്നത്? ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ഡെറ്റേഴ്സ്. ഇവിടെ പോസ്റ്റിംഗ് വരുന്നത് ടു ഡെറ്റേഴ്സ്. എമൗണ്ട് 1,200 പ്ലസ് 1,300 2,500 ഇവിടെ ടു ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ബ്രാഞ്ച് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1,200 ആണ്. ടു എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ഇവിടെ എഴുതുമോ? അതല്ലെങ്കിൽ P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ടോട്ടൽ എടുത്തിട്ട് ആ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തൊക്കെ കാണിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ അത് ആഡ് ചെയ്ത് കാണിക്കുന്നത്. 1,200 നമ്മളിവിടെ എഴുതുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഈ രണ്ട് എക്സ്പെൻസുകൾ മാത്രം എഴുതിയിട്ട് ഇതിന്റെ ടോട്ടൽ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആഡ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് P&L വേണമെങ്കിൽ നമുക്ക് കാണിക്കാവുന്നതാണ്. ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. 10,700
ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസുകളൊന്നുമില്ല. നമ്മൾ ഈ ടോട്ടൽ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. 10,700. ഈ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എവിടേക്കാണ്? ബ്രാഞ്ച് പ്രോഫിറ്റ് അക്കൗണ്ടിലേക്കാണ്. ബൈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് ഇവിടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ടോട്ടൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന്റെ എൻട്രി വരുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എക്സ്പെൻസസ് എന്നാണ്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്നാണ്. ഇവിടെ എമൗണ്ട് വരുന്നത് 10,700 ആണ്. നെക്സ്റ്റ് അക്കൗണ്ട് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ എൻട്രീസ് നമ്മൾ ഓൾറെഡി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തതാണ്. ബ്രാഞ്ച് സ്റ്റോക്കിനകത്ത് എഴുതിയിരിക്കുന്ന ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്, അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വന്ന എൻട്രി, ആ എൻട്രിയുടെ പോസ്റ്റിംഗ് നമുക്ക് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ടിലും വരും. ഇവിടെ എൻട്രി വരുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എന്നായിരുന്നു. ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ് ഇവിടെ പോസ്റ്റിംഗ് വരുന്നത്. ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് 63,000. അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്തത്, ഗുഡ്സ് റിട്ടേൺ ചെയ്ത എൻട്രി നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 3,000ന്റെ ഗുഡ്സ് ആണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് റിട്ടേൺ ചെയ്തതിന് എൻട്രി ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ടിൽ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് 3,000. ഇനി നമുക്ക് ഇതിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് എത്തിയതിന്റെയും ബ്രാഞ്ചിൽ നിന്ന് റിട്ടേൺ ചെയ്തതിന്റെയും ലോഡിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ലോഡിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നെറ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിന്റെ ആയിട്ടാണ് ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നെറ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് മൈനസ് റിട്ടേൺസ് ആണ്. അപ്പം ആക്ച്വലായിട്ട് റിസീവ് ചെയ്ത ഗുഡ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 63,000 മൈനസ് 3,000 ആണ്. 60,000ന്റെ ഗുഡ്സ് ആണ് ആക്ച്വലായിട്ട് നമ്മൾ റിസീവ് ചെയ്തതെന്ന് പറയാൻ പറ്റുന്നത്. കാരണം 63,000ന്റെ ഗുഡ്സ് നമുക്ക് കിട്ടി, പക്ഷെ നമ്മൾ 3,000ന്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പോൾ 60,000ന്റെ ഗുഡ്സ് ആണ് ശരിക്കും ബ്രാഞ്ചിലേക്ക് കിട്ടിയിട്ടുള്ളത്. ബ്രാഞ്ചിലുള്ളത് 60,000ന്റെ ഗുഡ്സ് ആണ്. അപ്പോൾ ആ 60,000 അതിനാണ് നമ്മൾ നെറ്റ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ മേലുള്ള ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യണം. ലോഡിങ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഏത് സൈഡിലായിരിക്കും? നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ഇവിടെ 63,000 വന്നേക്കുന്നത്, ഇവിടെയാണ് എമൗണ്ട് കൂടുതൽ വന്നേക്കുന്നത്. അപ്പോൾ 60,000ന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ സൈഡിലായിരിക്കും. അതിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഏത് അക്കൗണ്ടിലേക്കാണ്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്കാണ് എല്ലാവിധ ലോഡിങ്ങുകളും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം എൻട്രി വരുന്നത് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. ഇവിടെ പോസ്റ്റിംഗ് വരുന്നത് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇനി ലോഡിങ് കണ്ടുപിടിക്കാം. 60,000 ഇൻറ്റു 20/120 അതാണ് ലോഡിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 60,000 ഇൻറ്റു 20/120 എമൗണ്ട് 10,000 ആണ്. അപ്പം ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിന്റെ ലോഡിങ് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് 10,000 ആണ്. ഇനി നമുക്ക് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് ആദ്യം ബാലൻസ് ചെയ്യാം. എമൗണ്ട് 63,000. അതേ ടോട്ടൽ തന്നെ എടുത്ത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു 63,000. ഇനി ബാലൻസ് നോക്കാം. ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് അതിന്റെ ബാലൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വിടുന്ന എമൗണ്ട് ബാലൻസ് ഫിഗർ ആണ്. എമൗണ്ട് വരുന്നത് 50,000 ആണ് ഇവിടെ എമൗണ്ട് വരുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഡിങ്ങുകൾ മാത്രമായിരിക്കും നമ്മൾ എൻട്രി കൊടുക്കുന്നത്.
ലോഡിങ്ങുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. എന്നാൽ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. ഇനി എന്തൊക്കെ ലോഡിംഗ് ആണ് അഡ്ജസ്റ്റ് ചെയ്തതെന്ന് നോക്കാം. ലോഡിംഗ് വരുന്നത് എന്തിനൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്. ഈ 3 കാര്യങ്ങൾക്കാണ് നമുക്ക് മെയിനായിട്ട് ലോഡിംഗ് വരുന്നത്. പിന്നെ ഷോർട്ടേജോ സർപ്ലസോ ഉണ്ടെങ്കിൽ അതിനും ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഏതൊക്കെയാണ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ അതൊക്കെ നമുക്ക് ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നോക്കി നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഈ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ലോഡിങ് നമ്മൾ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്നാണ് എഴുതുന്നത്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് വഴിയായിട്ടാണ് നമ്മൾ അതിന്റെ ലോഡിങ് റെക്കോർഡ് ചെയ്യുന്നത്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിന് മാത്രം നമ്മൾ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിൽ തന്നെ റെക്കോർഡ് ചെയ്യും. ഇനി നമുക്ക് പോസ്റ്റിംഗിലേക്ക് പോകാം. എപ്പോഴും ഏത് സൈഡിലാണോ നമ്മൾ സ്റ്റോക്ക് റെക്കോർഡ് ചെയ്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നോക്കാം. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് പ്രോഡൗൺ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു. നമുക്ക് ഓപ്പണിംഗ് ബാലൻസിന്റെ ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാം. ബൈ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ഒക്കെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടാണ് എടുക്കുന്നത്. 30,000 ഇൻറ്റു 20/120. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള ലോഡിങ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് 20/120 ആണ് എടുക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞ കാര്യമാണ്. എമൗണ്ട് 5,000. ഇനി ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ഉണ്ട്, 63,000 ഉണ്ട്. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് 63,000 ഉണ്ട്. 63,000 ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ഉള്ള പോലെ തന്നെ 8,000 അതിന്റെ റിട്ടേണും ഉണ്ട്. അപ്പം ആക്ച്വൽ ഇഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എത്രയുണ്ട്? 60,000. ഈ 3,000 ക്രെഡിറ്റിലേക്ക് കുറഞ്ഞാലുള്ളത് 60,000 ആണ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ലോഡിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ബൈ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്. നമ്മൾ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ടിൽ എൻട്രി എഴുതിയതാണ്. അതിന്റെ ലോഡിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്, കണ്ടുപിടിച്ചതാണ്. 60,000 ഇൻറ്റു 20/120. എമൗണ്ട് 10,000 ആണ്. എമൗണ്ട് 10,000. ഇനി സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അതിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് 18,000 ഇൻറ്റു 20/120. എമൗണ്ട് 3,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിങ് 3,000. ഇനി നോക്കാം. ഇവിടെ നമ്മൾ ഷോർട്ടേജ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഷോർട്ടേജ് ഐഡന്റിഫൈ ചെയ്തായിരുന്നു. ഈ ഷോർട്ടേജ് 3,000 ആണ് വന്നിരുന്നത്. ഇവിടെ ഡിഫറൻസ് വന്ന എമൗണ്ട് 3,000 ആണ്. ഈ 3,000-ൽ 2,500 എന്താണ്? കോസ്റ്റും 500 ലോഡിങ്ങുമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലോഡിങ്ങിന്റെ ഷോർട്ടേജ് ആണ്. ഷോർട്ടേജ് എമൗണ്ട് എത്രയാണ്? 500 ആണ്. എമൗണ്ട് 500. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വന്നിരിക്കുന്നത്. ഇതേ ടോട്ടൽ തന്നെ ഡെബിറ്റിലോട്ട് എടുത്തെഴുതാം. ബാലൻസിങ് ഫിഗർ വരുന്നത് എത്രയാണ്? 11,500 ആണ്. 11,500 സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ഗ്രോസ് പ്രോഫിറ്റിനെയാണ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട് ആണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട അങ്ങോട്ടാണ്? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ടു ബ്രാഞ്ച്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് സൂചിപ്പിക്കുന്ന എന്താണ്? ഗ്രോസ് പ്രോഫിറ്റിനെയാണ്. ഇനി ഈ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ എൻട്രി വരുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. നെക്സ്റ്റ് എന്താണ്? ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ എൻട്രി വരുന്നത് ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. നെക്സ്റ്റ് എൻട്രി എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ എൻട്രി വരുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്നാണ്. നെക്സ്റ്റ് ലോഡിംഗ് ഇൻ ഷോർട്ടേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ എൻട്രി വരുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്നാണ്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നമുക്ക് ലാസ്റ്റ് അക്കൗണ്ട്, അതായത് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. നമുക്ക് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവാം. ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടിന് പകരമായിട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഓൺ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതേപോലെ തന്നെ ചെയ്യണം. ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ എന്നൊക്കെ കൊടുക്കാവുന്നതാണ് നമുക്കിവിടെ. ഇവിടുന്ന് വന്ന ഗ്രോസ് പ്രോഫിറ്റ് നമുക്കിവിടേക്ക് ബ്രോഡ് ഓൺ ചെയ്യാം. ഇനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ടിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ്, എക്സ്പെൻസുകളും ഇൻകവുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമുക്കറിയാം എക്സ്പെൻസുകളും ലോസും ഒക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ഇതേപോലെ തന്നെയാണ് എക്സ്പെൻസുകളും ലോസുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും ഇൻകവും ഗെയിനുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇനി ഇവിടെ എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യാം. ടു ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്, ടു ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്, ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. എമൗണ്ട് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ടോട്ടൽ നമ്മൾ ചെയ്ത് കിട്ടിയതാണ് 10,700. 10,700 ആണ് നമുക്കിവിടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടോട്ടൽ ആയിട്ട് കിട്ടിയത്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എൻട്രി ഇട്ടായിരുന്നു. ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ആണ്. അത് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ ഷോർട്ടേജ് കണ്ടുപിടിച്ചു. ഷോർട്ടേജ് 3,000 ആയിരുന്നു ഷോർട്ടേജിന്റെ എമൗണ്ട്. ആ 3,000-ൽ 2,500 അതിന്റെ കോസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഈ ഷോർട്ടേജ് ഉണ്ടായ സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അങ്ങോട്ടാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് ഇവിടെ കൊടുക്കുന്നത്. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ആണ്, കോസ്റ്റ് ഓഫ് ഷോർട്ടേജ്. ഇതൊരു ലോസ് ആണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്നത്. 2,500 ആണ് ഇതിന്റെ ഈ ഷോർട്ടേജ് വന്ന ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇവിടെ ഏത് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് ഉള്ളത് നോക്കാം. ആ സൈഡ് ടോട്ടൽ ചെയ്യാം. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലുള്ളത്. ടോട്ടൽ വരുന്നത് 13,200 ആണ്. 13,200. ക്രെഡിറ്റ് സൈഡിലേക്ക് ഈ എമൗണ്ട് തന്നെ എടുത്തെഴുതാം. ഇവിടെ ബാലൻസ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. 1,700 ആണ് എമൗണ്ട് വരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നെറ്റ് ലോസിനെയാണ്. നെറ്റ് ലോസ് ആണ്. ഈ നെറ്റ് ലോസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ ബ്രാഞ്ചിന്റെ നെറ്റ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്.
ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡൗൺ ഓപ്പണിംഗ് സ്റ്റോക്കാണ് 30,000. ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ₹63,000. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വന്നതാണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് 3,000. ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് റിട്ടേൺ ചെയ്ത ഗുഡ്സാണ്. ബൈ ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് നടത്തുമ്പോഴും ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴും ഒക്കെ ബ്രാഞ്ചിൻ്റെ കൈവശമുള്ള സ്റ്റോക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ബൈ ഡെറ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽസ് ആണ് ₹32,000. ബൈ ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് സ്റ്റോക്കാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 18,000. ഡിഫറൻസ് വരുന്ന എമൗണ്ട് 3,000 ആണ്. ഡിഫറൻസ് വരുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്നത് ഷോർട്ടേജിനെയാണ്. 3,000 എമൗണ്ടുള്ള ഗുഡ്സാണ് അവിടെ ഷോർട്ടേജ് വന്നിരിക്കുന്നത്. ആ ഷോർട്ടേജ് എമൗണ്ടിൽ 2 പോർഷൻസ് ആണുള്ളത്. ഒന്ന് കോസ്റ്റും 2 ലോഡിങ്ങുമാണ്. നമ്മളതിൻ്റെ കോസ്റ്റ് പോർഷൻ ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ലോഡിംഗ് പോർഷൻ ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. എല്ലാ ലോഡിങ്ങുകളും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ്. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോഡൗൺ ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നു 21,000. ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കൂടാൻ കാരണമാവുന്ന മെയിനായിട്ടുള്ള ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഡെബിറ്റ് ചെയ്തിരിക്കുന്നു ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ₹32,000. ക്രെഡിറ്റ് സൈഡിൽ ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാവുന്ന ട്രാൻസാക്ഷനുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബൈ ക്യാഷ് ₹37,000. റിസീറ്റ് ഫ്രം ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടിയതാണ്. ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എക്സ്പെൻസുകളാണ്. ഡിസ്കൗണ്ടും ബാഡപ്റ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എമൗണ്ട് 2,500. ബൈ ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് ബാലൻസ് ആണ്. ബാലൻസിങ് ഫിഗറായിട്ട് ഇടുന്ന എമൗണ്ടാണ് 13,500. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. ബ്രാഞ്ചിലെ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. നമുക്കിവിടെ 2 തരത്തിലുള്ള എക്സ്പെൻസുകളാണുള്ളത്. ഒന്ന് ക്യാഷായിട്ട് ബ്രാഞ്ച് പേയ്മെൻറ്റ് നടത്തിയ എക്സ്പെൻസുകൾ, 2 ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസ് പെയ്ഡ് ₹7,000. ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്തിയ എക്സ്പെൻസ് ആണ്. ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ₹2,500. ഡിസ്കൗണ്ട് ആൻഡ് ബാഡപ്റ്റ് ആണ്. ഒരു എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതുകൂടെ ഇവിടെ ആഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ടു ബ്രാഞ്ച് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് 1,200. ഇതല്ലെങ്കിൽ നമുക്ക് ബ്രാഞ്ച് P&L അക്കൗണ്ടിൽ ബ്രാഞ്ച് എക്സ്പെൻസിലൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു വേണേലും എടുക്കാവുന്നതാണ്. ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നുമില്ല. ഡെബിറ്റ് സൈഡിലെ സെയിം എമൗണ്ട് തന്നെയാണ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗറായിട്ട് വന്നിരിക്കുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ്. 10,700 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. നെക്സ്റ്റ് അക്കൗണ്ട് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് റിസീവ് ചെയ്ത ഗുഡ്സിൻ്റെ എമൗണ്ടാണ് 63,000. ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് 3,000. ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് റിട്ടേൺ ചെയ്ത ഗുഡ്സിൻ്റെ എമൗണ്ടാണ്. ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലോഡിംഗ് ഇൻ നെറ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. നെറ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് മീൻസ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് മൈനസ് റിട്ടേൺസ്. 63,000 മൈനസ് 3,000. 60,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120 ആണ് ഇവിടെ ലോഡിങ് എമൗണ്ട് 10,000. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ്. ടു ട്രേഡിംഗ് അക്കൗണ്ട് എമൗണ്ട് 50,000. നെക്സ്റ്റ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ്. ലോഡിങ്ങുകൾ മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ലോഡിങ്ങുകൾ വരുന്ന എൻട്രീസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, ഷോർട്ടേജ് ഓർ സർപ്ലസ്. ഇതാണ് സാധാരണയായിട്ട് ലോഡിങ് വരുന്ന എൻട്രീസുകൾ.
ക്രെഡിറ്റ് സൈഡിൽ ബൈ സ്റ്റോക്ക് റിസർവ് ലോഡിംഗ് ഇൻ ഓപ്പൺ സ്റ്റോക്കാണ്. ഓപ്പൺ സ്റ്റോക്ക് നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തത്. ക്രെഡിറ്റ് സൈഡിലാണ് അതിൻ്റെ ലോഡിംഗ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. 30,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120 റുപ്പീസ് 5,000. ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തത്. ഇവിടെ ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലാണ്. 18,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120 എമൗണ്ട് 3,000. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ലോഡിംഗ് ഇൻ നെറ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ചാണ്. നെറ്റ് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് മൈനസ് റിട്ടേൺസ് ആണ്. 60,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120 എമൗണ്ട് 10,000. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഇവിടെ ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ലോഡിംഗ് ഇൻ ഷോർട്ടേജ് ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഷോർട്ടേജ് ഐഡൻറ്റിഫൈ ചെയ്ത് 3,000 ഗുഡ്സിൻ്റെയാണ് ഷോർട്ടേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അതിൽ 500 ലോഡിംഗ് ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ആ എമൗണ്ടാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു. അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് അഥവാ ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ബാലൻസ് സൂചിപ്പിക്കുന്ന ബ്രാഞ്ച് ഗ്രോസ് പ്രോഫിറ്റിനെയാണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. എമൗണ്ട് 11,500. നെക്സ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടെത്തുകയാണ് ഇതിൻ്റെ പർപ്പസ്. എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓർ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നതാണ് 11,500. ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് 10,700. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ടാണ്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ബാലൻസ് അഥവാ ടോട്ടൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ഇൻ സ്റ്റോക്കാണ്. 3,000 ഷോർട്ടേജാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൽ 2,500 ആണ് ഷോർട്ടേജ് ഉണ്ടായ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് എമൗണ്ട് അഥവാ കോസ്റ്റ് പ്രൈസ്. അത് ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അതൊരു ലോസ് ആണ്. അതുകൊണ്ടാണ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് 2,500. അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു. അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ബാലൻസിങ് ഫിഗർ വരുന്നത് ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിലാണ്. ബാലൻസിങ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. നെറ്റ് ലോസിനെയാണ് ബാലൻസ് സൂചിപ്പിക്കുന്നത്. ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. നെറ്റ് ലോസ് എമൗണ്ട്, നെറ്റ് ലോസിൻ്റെ എമൗണ്ട് 1,700. Thank you for watching this video.